അല്ല, അത്തരം ആവശ്യങ്ങളിലേക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങൾ ഈ പറയുന്ന വ്യക്തി ലോയേഴ്സ് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ലിസ്റ്റിൽ 137 സീരിയൽ നമ്പറിലുള്ള ആളാണ്. അപ്പോൾ അവർ അങ്ങനെ CPM ബന്ധമുള്ള ആളാണെങ്കിൽ എന്തുകൊണ്ട് ലോയേഴ്സ് കോൺഗ്രസ് അവരെ പരിഗണിച്ചു? എന്തുകൊണ്ട് ഇത്രയും കാലം അവർ ലോയേഴ്സ് കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു? അതല്ല ആദ്യം പരിശോധിക്കപ്പെടേണ്ടത്. അത് പരിശോധിക്കുന്നതിന് പകരം മുഖ്യമന്ത്രിക്ക് മേൽ മാത്രം ഇത്തരം പാപഭാരം കെട്ടിച്ചുമത്തുന്നതിനാണ്. 2022 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും 4 വർഷമായി അവർ ലോയേഴ്സ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നു. അല്ല, അത്തരം ആവശ്യങ്ങളിലേക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല. ഞങ്ങൾ പറയുന്നത് ഈ സബ്ജക്റ്റിന്റെ മെറിറ്റും ഡീമെറിറ്റിനെ കുറിച്ചാണ്. സംസ്ഥാന പ്രസിഡന്റ് വ്യക്തിപരമായി ഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ അത്തരം ഒരു തരത്തിൽ ഏകപക്ഷീയമായ നടപടികളിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. ഈ വിഷയത്തിൽ എല്ലാ KSUക്കാരുടെയും അഭിപ്രായം ഇതല്ല. ഈ പറയുന്ന പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് ശരത്ത് എന്ന് പറയുന്ന ആളെ സംഘിച്ചാപ്പ ചുമത്തുമ്പോൾ, സമൂഹത്തിൽ ഒരാളെ ഇരുട്ടിൽ നിർത്താൻ ശ്രമിക്കുമ്പോൾ, ഒരു ജനാധിപത്യ മതേതര ചേരിയുടെ ഭാഗമാകണമെന്ന് തീരുമാനിച്ച് ആ ചേരിയുടെ ഭാഗമായി വന്ന ഒരാളെ നമ്മളും മാധ്യമങ്ങളും KSUവും മുഴുവൻ ആളുകളും കൂടി അയാൾ സംഖ്യയാണെന്ന് നിരന്തരം വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് അത് ശരിയായ പ്രവണതയല്ല. ഒരാളുടെ പേര് നോക്കി, അയാളുടെ മതം നോക്കി, അയാൾ ജമാഅത്താണ് അല്ലെങ്കിൽ അയാൾ സംഖ്യയാണ്, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പറയുന്നത് ശരിയല്ല. അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കണം. ഞാൻ പറഞ്ഞു, അതാണ് അത് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞങ്ങളടക്കം അല്ല, നിയമനങ്ങൾ എനിക്ക് ആക്ഷേപം ഉണ്ടെന്നല്ല പറഞ്ഞത്. പൊതുസമൂഹത്തിൽ ആക്ഷേപങ്ങൾ ഉയർന്നപ്പോൾ അന്ന് പ്രതികരിച്ചില്ല. എനിക്ക് ആക്ഷേപം ഉണ്ടെന്നല്ല പറഞ്ഞത്. ഇത്തരം പല തെറ്റിദ്ധാരണകളും ഉണ്ട്. അല്ല, അത് എനിക്ക് എൻ്റെ ബോധ്യത്തിലുള്ള കാര്യങ്ങളുണ്ട്. സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ ഗൺമാൻ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരാൾ SFI കാരനാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ അതിൽ അന്വേഷണം നടത്തി. ഞാൻ വ്യക്തിപരമായ അന്വേഷണം നടത്തി. എന്താണ് സംഭവം? കഴിഞ്ഞ പോലീസ് തെരഞ്ഞെടുപ്പിൽ, യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഒരാളും കോൺഗ്രസിന് വേണ്ടി മത്സരിക്കാനില്ലാത്ത ഘട്ടത്തിൽ കോൺഗ്രസിന്റെ പോലീസ് അസോസിയേഷന്റെ ഭാഗമായി മത്സരിച്ച ഒരാളെയാണ് സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ ലിസ്റ്റിൽ ആദ്യം പരിഗണിച്ചത്. അയാളുടെ ഭൂതകാലത്തിൽ അയാൾ SFI ആയിരുന്നു എന്നതുകൊണ്ട് ഏറ്റവും പ്രതിസന്ധി കാലഘട്ടത്തിൽ അദ്ദേഹം ഈ പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്ന് ആരും മത്സരിക്കാനില്ലാത്തപ്പോൾ പോലീസ് അസോസിയേഷൻ മത്സരിച്ച ഒരാൾക്കെതിരെയും ഇത്തരത്തിൽ ആരോപണം ഉയർന്നു. വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കും. അല്ല, എത്ര പ്ലീഡർ നിയമനം നടന്നു? എത്ര പ്ലീഡർ നിയമനം നടന്നു? യൂത്ത് കോൺഗ്രസ് ഭാരവാഹി രാംലാൽ പ്ലീഡർ നിയമനത്തിലുണ്ട്. സുഫിയാൻ ചെറുവാടി ഉണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയുണ്ട്. പിന്നെ മറ്റൊരു വാലിഡ് പോയിന്റ് ഞാൻ ഇന്നലെ ഉന്നയിച്ചത്, KSU ഔദ്യോഗികമായ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടോ? എങ്ങനെയാണെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് KSUവിന്റെ കേസ് നടത്തിയത് ഇന്ന വക്കീലന്മാരാണ്, ഇവരെ പരിഗണിക്കണം. KSU സംസ്ഥാന പ്രസിഡന്റ് ഇങ്ങനെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടില്ല. ഞങ്ങൾ സംസ്ഥാന കൊടുക്കേണ്ടത്. അപ്പോൾ പിന്നെ ആ ലിസ്റ്റിനെയാണല്ലോ നമ്മൾ മാനിക്കേണ്ടത്. ലോയേഴ്സ് അസോസിയേഷൻ കൊടുത്താലും ഒരു റെക്കമെൻഡേഷൻ KSUവിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കാം. എങ്ങനെ കൊടുക്കാം? ഇവരാണ് KSUവിന്റെ കേസുകൾ വാദിച്ച വക്കീലന്മാർ. ഇവർ മുൻകാലങ്ങളിൽ KSUവിന്റെ ഭാരവാഹികളായിരുന്നു. അല്ലെങ്കിൽ മന്ത്രിമാരുടെ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട് ഇവരാണ് KSUക്കാർ. അത്തരം ഒരു ഇതും കൊടുത്തിട്ടില്ല.